അപ്പോൾ നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോളിവുഡ് വേൾഡിൽ വന്നതാണ്. വേൾഡിലാണ് ഇപ്പോൾ ഈ ഒരു സൗകര്യം റിയാദിലുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഒരു അടിപൊളി ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി കയറിയതാണ് ഗൈസ്. ഇപ്പോൾ സൗദിയിലേക്ക് ഒരുപാട് വിസിറ്റിങ്ങിന് ഫാമിലികൾ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു ഷോ തന്നെയാണിത്. പിന്നെ വെച്ചാൽ ഇവിടെ വലിയൊരു സ്ക്രീനും കൂടി ഉണ്ട്. അപ്പം കാണാത്ത ആളുകൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ TV സ്ക്രീന് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ കഴിയും. മുന്നേ നമുക്ക് തുമാമയിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡോൾഫിൻ ഷോ. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ എൻട്രി ഫീ തന്നെ 35 റിയാൽ 40 റിയാൽ കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ ടിക്കറ്റിൻ്റെ പൈസ വേറെ, അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റ് ഉള്ളത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള മുറിക്കലും കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് ആണ്. 35 റിയാലാണ് വലിയ ആളുകൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ 20 റിയാൽ ആ റേഞ്ചേ വരുന്നുള്ളൂ. അരമണിക്കൂറിന് മുകളിൽ ഈ ഒരു ഷോ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരിക്കലും നഷ്ടം സംഭവിക്കില്ല. കാരണം അത്രയ്ക്കും അടിപൊളി ട്രെയിനർമാരാണ്. അതുപോലെ തന്നെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പിന്നെ ഡോൾഫിനുമാണ്. ഒരുപാട് പിന്നെ കളികൾ ഈ ഒരു പിന്നെ ഷോയിൽ വന്നാലേ നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത 1-2 ഐറ്റംസുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ വഴിയെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം. ഈ ഡോൾഫിനെ നിയന്ത്രിക്കുന്ന ഈ ഒരു ബോട്ടിൽ കയറാൻ ആരാണ് ഉള്ളതെന്നാണ് ഈ അവതാരകൻ ചോദിക്കുന്നത്. അതിന് ആൾക്കാർ മുഴുവനും കൈ ഉന്തിച്ചെന്ന് തന്നെ പറയാം. അതിൽ നിന്ന് ഒരാളെ ആ ചങ്ങായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കുട്ടി മാഷാ അല്ലാഹ് മാസാണ്.
ഈ ഡോൾഫിനുകളെ ഒരു കലാകാരന്മാരോടെയാണ് കേട്ടോ. ഇനി അവരെ ചിത്രം വരാണ് നമ്മളിവിടെ കാണുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് വരയ്ക്കുന്നത്. 2-3 കളറൊക്കെ അവർ മാറി മാറി കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് അതെന്താണ് വരച്ചിട്ട് അവസാനം ആവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ.
അപ്പോൾ ഈ ഒരു ഡോൾഫിൻ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. മാസ്സലാമ.